നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഏഷ്യാനെറ്റിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ റിയാലിറ്റി ടെലിവിഷൻ ഗെയിം ഷോയാണ് ബിഗ് ബോസ്. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് 6ാമത്തെ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. വലിയ പ്രേക്ഷക പ്രശംസയോടുകൂടി മുന്നേറുന്ന ഷോ കാണാൻ വലിയൊരു വിഭാഗം ആരാധകരും ഒരുങ്ങിക്കഴിഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോ ഏഷ്യാനെറ്റ് പുറത്തിറക്കിയിരുന്നു. ഒത്തിരി ചക്രങ്ങളാൽ മെനഞ്ഞെടുത്ത ലോഗോയിൽ മിന്നൽ പിണരിനാൽ 6 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ലോഗോ പുറത്തു വന്നതിന് പിന്നാലെ ഏറെ ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികൾ. കഴിഞ്ഞ വർഷം തീയാണെങ്കിൽ ഇത്തവണ മിന്നലടിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴത്തെ ബിഗ് ബോസ് ഷോയുടെ പ്രമോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. സാധാരണ 2 ബെഡ്റൂമുകളാണ് മലയാളത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കും. കഴിഞ്ഞ സീസണിൽ അത് ഒരെണ്ണമായി മാറി. എന്നാൽ ഇനി വരാൻ പോകുന്ന സീസണിൽ 4 ബെഡ്റൂമുകൾ ഉണ്ടാവുമെന്ന വിവരമാണ് വന്നിരിക്കുന്നത്. പ്രൊമോയിലൂടെ മോഹൻലാൽ ഇക്കാര്യം സൂചിപ്പിച്ചതോടെ ഇത്തവണ കളികൾ മാറി മറിയുമെന്നാണ് ആരാധകരും പറയുന്നത്. പ്രൊമോ വീഡിയോയുടെ താഴെ മത്സരത്തെ പറ്റിയുള്ള മുൻവിധിയോടുകൂടിയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4 റൂമുകളായിട്ട് മത്സരാർത്ഥികൾ വേർതിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും ചേരിതിരിവ് ഉണ്ടാവാനും ചാൻസ് ഏറെയാണ്. ഗ്രൂപ്പിസം, ഫ്രണ്ട്ഷിപ്പ്, ഗ്യാങ്ങും ചേരിതിരിവും ഇല്ലാതെ പരസ്പരം ഒറ്റയാൾ പോരാട്ട വീര്യത്തോടെ അവസാനം വരെ പൊരുതുന്ന നല്ല കരുത്തുറ്റ മത്സരാർത്ഥികൾ വരട്ടെ. എത്ര റൂം ഉണ്ടായാലും അതിലുള്ള എല്ലാവരെയും എലിമിനേഷനിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ കുറച്ചുപേർ രക്ഷപ്പെട്ടു പോകും. 2 വീടാക്കിയ തമിഴിലെ ബിഗ് ബോസ് പരാജയമായിരുന്നു. മലയാളം അങ്ങനെ ആവരുത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം ടാസ്ക് കുറവായിരുന്നു. ഇത്തവണ അങ്ങനെ ആവരുത്. ടാസ്കുകൾ കഠിനമാകുമ്പോഴാണ് മത്സരാർത്ഥികളും സമ്മർദ്ദത്തിലാവുന്നത്. അതിനനുസരിച്ചുള്ള മത്സരങ്ങളാണ് വേണ്ടതെന്ന് ആരാധകർ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇത്തവണ മത്സരാർത്ഥികളിൽ പേളിയെയും ശ്രീനിഷിനെയും പോലെ ഒരു കപ്പിളിനെയും, സാബു, ഹിമ, റോബിൻ, ജാസ്മിൻ പോലെ ഒരു ഫൈറ്റ് ചെയ്യുന്നവരെയും ഒക്കെ വേണം. എങ്കിലേ ഒരു ഓളമൊക്കെ ഉണ്ടാവുകയുള്ളൂ. സാബു, പേളി, ശ്രീനിഷ്, മണിക്കുട്ടൻ, സൂര്യ, ഋതു, റംസാൻ, കിടിലൻ ഫിറോസ്, ഡോക്ടർ രജിത് കുമാർ, ഫിറോസ് ഖാൻ, റിയാസ്, ഡോക്ടർ റോബിൻ, ദിൽഷ, ബ്ലസ്സി, ലക്ഷ്മിപ്രിയ, അഖിൽമാരാർ, ശോഭ ഇവരൊക്കെയാണ് മലയാളം ബിഗ് ബോസ് വിജയിപ്പിച്ചത്. അല്ലെങ്കിൽ വെറും ശോകമായി പോയേനെയെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ പ്രൊമോ വീഡിയോയുമായി ലാലേട്ടൻ എത്തി. അടുത്ത സീസൺ ഉടൻ തുടങ്ങുമെന്ന കാര്യം എന്തായാലും ഉറപ്പായി. അതേസമയം ബിഗ് ബോസ് മേക്കേഴ്സിനോട് ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. ദയവ് ചെയ്ത് ഉറക്കം തൂങ്ങി സീസൺ ആവരുതിതു. കഴിഞ്ഞ സീസൺ 5-ൽ 24/7 കണ്ട അത്രയേറെ ഉറങ്ങിയ മോശം സീസൺ ആയിരുന്നു. എപ്പോൾ നോക്കിയാലും ഉറക്കവും മെഡിക്കൽ റൂമും തീറ്റയും മാത്രമായിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടത് മികച്ച ടാസ്കും എന്റർടൈൻമെന്റിനുള്ള കണ്ടന്റുമാണ്. ഇതൊക്കെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്സരാർത്ഥികൾ തരുന്നത്. അല്ലാത്തവരെ ദയവ് ചെയ്ത് എടുക്കരുത്. സീസൺ 1-4 പോലെ മികച്ച സീസൺ ആവട്ടെ ഇനി വരാൻ പോകുന്നതും. അതിനായി കാത്തിരിക്കുകയാണെന്നാണ് കമന്റുകൾ. ഫെബ്രുവരി അവസാനത്തോടെ കൂടിയോ മാർച്ച് ആദ്യത്തെ ആഴ്ചയിലോ ബിഗ് ബോസ് തുടങ്ങിയേക്കുമെന്നാണ് വിവരങ്ങൾ. എന്നാൽ അതിനെ പറ്റിയുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും വന്നിട്ടില്ല. സാബുമോൻ, മണിക്കുട്ടൻ, ദിൽഷ, പ്രസന്നൻ, അഖിൽമാരാർ എന്നിവരാണ് ബിഗ് ബോസ് മലയാളത്തിലെ ഇതുവരെയുള്ള ജേതാക്കൾ. ഇനി ആരാണ് ആ കിരീടം സ്വന്തമാക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.